കുറേ ചോക്ലേറ്റ്സ് കിട്ടി. അതായത് 150 രൂപ 200 രൂപ ഒക്കെ വില വരുന്ന ചോക്ലേറ്റ്സാണ്. എല്ലാം ഡയറി മിൽക്ക് അങ്ങനെയുള്ള ചോക്ലേറ്റ്സ് എന്നുണ്ട്. സാധാരണ ഇത്തരം കുട്ടികൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണം. അത് പാരൻസ് തമ്മിലോ അല്ല ആ കുട്ടിക്ക് സ്നേഹം കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത്തരം കുട്ടികൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെയല്ല സാറേ. എൻ്റെ കുട്ടി എൻ്റെ ഒപ്പം ഞാൻ നടത്തിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. അതായത് എൻ്റെ വണ്ടിയുടെ പുറകെ ഉള്ള കുട്ടിയാണ്. അവൾക്കാണ് ഇത്തരം അനുഭവങ്ങൾ വന്നത്. സ്വന്തം മകള് ലഹരിക്കടിമപ്പെട്ടതിന്റെ ഞെട്ടിക്കുന്ന ഓരോ വാർത്തയുമായിട്ടാണ് ഈ ചാനലിൽ ഈ രക്ഷിതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ആദ്യമായിട്ട് എൻ്റെ മകൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയത് കിൻഡർ ജോയിലൂടെ എന്നുള്ളതാണ്. കിൻഡർ ജോയ് എന്ന് പറയുമ്പോൾ ഈ കുട്ടി അത്ര വലിയ പ്രായമായ സമയത്തൊന്നുമല്ല, 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഈ കുട്ടിക്ക് ലഹരി കിട്ടുന്നത്. അതും കിൻഡർ ജോയിലൂടെ, അതുപോലെ തന്നെ പല ചോക്ലേറ്റിലൂടെയാണ് കിട്ടുന്നത് എന്നുള്ളത്. ഈ രക്ഷിതാവ് വളരെ വ്യക്തമാക്കി പറയുന്നത്, ഈ കുട്ടിക്ക് ഇത് കൊടുക്കുന്നത് കുട്ടിയുടെ ഒരു കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൻ. ഈ കൂട്ടുകാരൻ ഈ കുട്ടിക്ക് വിലപിടിപ്പുള്ള ഇതുപോലുള്ള ചോക്ലേറ്റുകൾ കൊടുക്കുകയാണ്. അങ്ങനെ ചോക്ലേറ്റുകൾ കൊടുക്കുമ്പോൾ ഇത് സാധാ ചോക്ലേറ്റ് അല്ല. ഈ കുട്ടി അറിയുന്നില്ല കിൻഡർ ജോയിലും അതുപോലെ തന്നെ ഇതുപോലുള്ള ചോക്ലേറ്റുകളിലൊക്കെ ഈ ലഹരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ ഈ മക്കളെ, അതായത് വരുന്നൊരു ജനറേഷനെ, തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ വളരെ ഗൂഢമായിട്ടുള്ള ഏതോ ഒരു ടീമാണ്, വലിയൊരു മാഫിയയാണ് ഇതിന് പിറകിലെന്നാണ് ഈ രക്ഷിതാവ് വ്യക്തമായി പറയുന്നത്. നമ്മുടെയൊക്കെ മക്കൾ 7, 8 പഠിക്കുന്ന മക്കൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. പല രക്ഷിതാക്കൾക്കും അതിനെക്കുറിച്ചൊരു ബോധമില്ല. പക്ഷെ ഇവരെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്ന പല ആളുകളും ഇങ്ങനെയുള്ള മാഫിയകളുടെ കണ്ണിയാണെന്നാണ് ഈ രക്ഷിതാവ് പറഞ്ഞു വരുന്നത്. അന്തർ സംസ്ഥാന ലഹരി കടത്തുകാരും ഇങ്ങനെ മനുഷ്യനെ ഞെട്ടിച്ചു കളയുന്ന വലിയ അപകടത്തിലോട്ടാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേരളം ലഹരിക്കടിമ തന്നെ എന്ന് ഉറപ്പിക്കുന്ന വലിയ വിവരങ്ങളാണ് ഓരോ ദിവസവും ചാനലിലൂടെ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വീഡിയോവും നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പല ചെറുപ്പം കുട്ടികളും ബൈക്ക് മോഷ്ടിച്ചെടുത്തിട്ട് 5000 രൂപക്കൊക്കെയാണ് അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ ബൈക്ക് വിൽക്കുന്നത്. അത് വേടിക്കാൻ ആളുണ്ട്. അപ്പൊ മോഷണം നടത്തിയ സാധനം വേടിക്കാൻ മറ്റൊരു മാഫിയ. ഇങ്ങനെ ഈ 5000 രൂപക്കൊക്കെ മറ്റൊരാളുടെ ബൈക്ക് മോഷ്ടിച്ചതിന് ശേഷം അതിന് ഇൻസ്റ്റാഗ്രാമിലൂടെ വിൽപ്പന നടത്തിയിട്ട് ഈ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക, ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, 30 വയസ്സിന് മുകളിലുള്ള ആളുകളെക്കാൾ 3 ഇരട്ടി 4 ഇരട്ടിയാണ് 30 വയസ്സിന് താഴെയുള്ള യുവാക്കളും കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ബാക്കിലും വളരെ വ്യക്തമായിട്ടുള്ള മാഫിയ ഉണ്ട്. നമ്മുടെ മക്കൾ അറിയാതെ ഈ വലയിൽ പെട്ടുപോവുകയാണ്. പല രീതിയിലുള്ള ജ്യൂസുകൾ കൊടുക്കുകയാണ്. ഇന്നിപ്പോ ഈ ബെസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ കാമുകനായിട്ടും കാമുകിയായിട്ടും ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ആണും പെണ്ണൊന്നും വേർതിരിവൊന്നുമില്ല, എല്ലാത്തിനും സ്വാതന്ത്ര്യം. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അസമയത്ത് കണ്ടാൽ പോലും ചോദിച്ചാൽ ആ ചോദിച്ചവൻ കുറ്റക്കാരനാ. അതിനെതിർക്കാൻ കുറെ ആളുകൾ ഉണ്ടായിരിക്കും ആ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ ഈ ബെസ്റ്റി ആയിട്ടും കാമുകനും കാമുകിക്കായി നടക്കുന്ന വലിയൊരു വിഭാഗം ടീം, അവരുടെ പിറകിൽ ഈ ലഹരി മാഫിയ ഉണ്ട്. എന്നിട്ട് ഈ കുട്ടികളിലൂടെ ഇവർക്ക് പല മിഠായികളിലും ജ്യൂസിലും ലഹരി പദാർത്ഥങ്ങൾ നൽകിക്കൊണ്ട് ഈ മക്കളെ പിന്നെ ലഹരിയുടെ കണ്ണിയാക്കുകയാണ്. പിന്നീട് കുട്ടികൾക്ക് ഇതുപോലുള്ള മിഠായികൾ കിട്ടണം, ചോക്ലേറ്റ് കിട്ടണം, ജ്യൂസ് കിട്ടണം. പക്ഷെ അത് കൊടുക്കൂല, അതിന് പൈസ ഇല്ല. അപ്പൊ അവരെ ഇതിൽ കണ്ണിയാക്കിക്കൊണ്ട് മുഴുവൻ സ്കൂൾ കുട്ടികളെയും അതുപോലെ തന്നെ കോളേജ് കുട്ടികളെയും വലിയ ലഹരിക്ക് അടിമപ്പെടുത്തുന്ന മാഫിയ നമ്മുടെ കേരളത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രക്ഷിതാവിന്റെ ഓരോ വാക്കുകളിലും നമുക്ക് വ്യക്തമാകുന്നത്. ഇത് ചെറിയ ഒരു കാര്യമായിട്ട് ഗവൺമെന്റും അതുപോലെ തന്നെ നാട്ടുകാരും നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ചെറിയൊരു കാര്യമായിട്ട് ഉൾക്കൊള്ളരുത്. വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തെ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ മക്കളൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറഞ്ഞ് പല വാദങ്ങൾ നമ്മുടെ മുന്നിൽ നിരത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച്
ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ അങ്ങും ഇങ്ങും പല രീതിയിലുള്ള രാസലഹരികൾ പിടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെയൊക്കെ പിറകിൽ അത് ഉപയോഗിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അതുപോലെ തന്നെ കുടുംബിനികളും അതേപോലെ തന്നെ വലിയ പ്രൊഫഷണൽ മേഖലയിലേക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നറിയുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോവാണ്. ഈ ഒരു രീതിയിൽ കേരളം മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മക്കൾ കുടുംബത്തിലേക്ക് വരുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ, എന്തെങ്കിലും ഒരു ക്യാമ്പിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഠനത്തിന് വേണ്ടി തന്നെ പുറത്തു പോകുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി രക്ഷിതാക്കൾക്കുള്ളത്. ആ അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട്. അത്രയും ഫ്രീ ആണ്. രാത്രി എവിടെയും ഏത് രീതിയിലും തെണ്ടി തിരിഞ്ഞ് കറങ്ങി നടക്കുന്നതിനൊക്കെ ഫുൾ സ്വാതന്ത്ര്യങ്ങൾ. 24 മണിക്കൂറും അവർക്ക് പോയി ഇരുന്ന് സൊറ പറയാനുള്ള ഹോട്ടലുകൾ, അതേപോലെ തന്നെ കോഫി ഷോപ്പുകൾ, ഇതിലൊക്കെ ഇതിന്റെ വ്യാപാരം നടക്കുന്നുണ്ട്. അതിനു പുറമെ ഓൺലൈനിൽ എവിടെയും ഏത് രീതിയിൽ ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ ഈ ലഹരി പദാർത്ഥം എത്തിച്ചു കൊടുക്കുവാനുള്ള ടീംസ് നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. വലിയൊരു പ്രൊഫഷൻ തന്നെയായിട്ട് മാറിക്കഴിഞ്ഞു എന്നാണ് ഇപ്പൊ ഇതിലൊക്കെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളാണ്. മക്കൾ അറിയുന്നില്ല ഈ ചതിക്കുഴിയെ. പലപ്പോഴും ബെസ്റ്റി ആയിട്ടും സ്നേഹിതനായിട്ടും ഇൻസ്റ്റാഗ്രാമിലൂടെയും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പരിചയപ്പെടുന്നവരാണ് ഈ മക്കളെ കൊണ്ടുപോയി കൊടുക്കുന്നത്. അങ്ങനെയുള്ള മക്കൾ വീട് വിട്ടിറങ്ങാൻ തയ്യാറാണ്. അത് ലഹരിക്കടിമപ്പെട്ടിട്ടാണെങ്കിലും അതല്ലെങ്കിൽ അവർ ഭയങ്കര വിശാലമായിട്ട് ഫ്രീഡം അനുഭവിച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് വേഷങ്ങളൊക്കെ മാറിയിട്ട് നടക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് പ്രചോദനം നൽകുന്ന കുറെ രീതിയിലുള്ള ചാനലുകളും അതുപോലെ തന്നെ അതിന് ഇൻഫ്ലുവൻസ് നൽകുന്ന കുറെ ആളുകളും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളക്കര വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയിലൂടെ മുന്നോട്ടു പോകുന്നു എന്നാണ് ഇന്ന് ഈ ചാനലിൽ ഈ രക്ഷിതാവ് വ്യക്തമാക്കിയതിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. അദ്ദേഹം പറയുന്നത്, ഇവരൊക്കെ ഇതിന്റെ പേരിൽ പിടിക്കപ്പെട്ട ഈ കുട്ടിയെ ഈ ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലഹരിയിലേക്ക് കൊണ്ടുപോയവരുടെ ചാനൽ, അതായത് അവരുടെ പ്രൊഫൈൽ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ നോക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള ഫോട്ടോകളും അതേപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള കമന്റ്സുകളുമാണ് കാണാൻ കഴിയുന്നത്. എന്നിട്ട് അവര് പല രീതിയിൽ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത്. എന്താണെങ്കിലും ഇന്ന് ഇവിടെ ഈ രക്ഷിതാവ് പങ്കുവെച്ച ഈ കാര്യം കേരളക്കരയിലെ ഓരോ വീട്ടിലും ഓരോ സ്ഥാപനങ്ങളിലും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ വരും തലമുറ യാതൊരു ബോധവും ഇല്ലാതെ എന്തിനൊക്കെയോ അടിമപ്പെട്ടുകൊണ്ട് ഒരു ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിന് തെളിവാണ് ഇദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി വളരെ വിഷമത്തോടു കൂടി പങ്കുവച്ചിരിക്കുന്നത്. അത്രയും ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് ഇദ്ദേഹം മനസ്സിൽ നിന്ന് തൻ്റെ മകൾക്കുണ്ടായ അനുഭവത്തിലൂടെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. പല സ്കൂളുകളിലും പല ടീച്ചേഴ്സിനും ഇതുപോലത്തെ അനുഭവങ്ങളുണ്ട്. പല കുട്ടികളും പല രീതിയിൽ ബാഗിൽ പല മിഠായിട്ട് വന്ന് അത് കഴിച്ചിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്നതും പിന്നീട് അവർക്ക് ആ മിഠായി കിട്ടാതെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നതും, അതിനപ്പുറം ആ കുട്ടികൾ ക്ലാസ്സിൽ സാധാരണ നിലയിൽ നിന്ന് മാറിയിട്ട് പലപ്പോഴും പല രീതിയിൽ കോപം പ്രകടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അസ്വസ്ഥത കാണിക്കുന്നൊക്കെ. അപ്പൊ നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ഇതിന്റെ മാഫിയ പിന്തുടർന്നുകൊണ്ട് അവരെ ഇതിന്റെ കണ്ണികളാക്കാൻ വേണ്ടി നടക്കുന്നു എന്നുള്ളത് ഇന്ന് ഈ ചാനലിൽ നിന്ന് വന്ന വാർത്തയുടെ വ്യക്തമായിട്ടുള്ള വിവരണത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ രക്ഷിതാവ് അത്രയും സങ്കടത്തോട് കൂടിയിട്ടാണ് ഈ സമൂഹത്തിൽ മക്കളെ രക്ഷപ്പെടാൻ വേണ്ടി ഈ വിഷയം തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതിന് ഒറ്റക്കെട്ടായി കൊണ്ട് നമ്മുടെ ഗവൺമെന്റും പോലീസും നാട്ടുകാരും എപ്പോഴും ശ്രദ്ധയോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ചെറിയ കാര്യമായിട്ട് തള്ളരുതേ എന്നുള്ളതാണ് എനിക്ക് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്. ഈ പറയുന്ന ഞാനും അതുപോലെ തന്നെ നിങ്ങളും എല്ലാം ഈ ഒരു വിഷയത്തിൽ വളരെയധികം ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് കൗൺസിലിങ്ങിന് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഓരോ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അവസ്ഥ കാണുമ്പോൾ നമ്മളൊക്കെ ഇതിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സാധനം പഴയ കാലത്ത് പോലെ മദ്യം കഴിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും സ്മെല്ല് ഉണ്ടായിരിക്കും. പക്ഷെ ഇന്നത്തെ ഈ രാസലഹരികൾ ഉപയോഗിച്ചാൽ യാതൊരു രീതിയിലും സ്മെല്ല് നമുക്ക് പിടിക്കുന്നില്ല. അപ്പൊ അവരങ്ങനെ വരുന്നു, അത് ഉപയോഗിക്കുന്നു, അവർ കിടന്നുറങ്ങുന്നു, അതല്ലെങ്കിൽ അതിലങ്ങനെ അടിമകളായി പോകുന്നു. പിന്നീട് ആകെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത്. പടച്ചിറപ്പിന്റെ കാവലുണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനോടുകൂടെ ആത്മാർത്ഥമായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുവാൻ വലിയ മേൽത്തട്ടിൽ നിന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത ദിവസങ്ങളൊക്കെ കേരളത്തിൽ ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്തു, ഒരുപാട് മാഫിയയെ പിടിച്ചു, പലരും കൈയോടെ കൈകാര്യം ചെയ്തു. ഇതുപോലെ അങ്ങ് തുടർന്നു പോയാൽ ഒരു പരിധി വരെ
ഇതിനൊക്കെ ഒതുക്കാൻ കഴിയില്ല, യാതൊരു സംശയവുമില്ല. മറ്റത് ആരെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ലാതെ പോകുമ്പോൾ ഇത് വളരെ അപകടത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതൊന്ന് ഷെയർ ചെയ്തേക്കണേ, എല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമയോട് കൂടി ഇതിനെതിരെ നിൽക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് എന്നോടും നിങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഇട പറയുന്നു. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.